സംസ്ഥാനത്ത് കടുത്ത ചൂട് തുടരുകയാണ്. ഇടുക്കി, വയനാട് ജില്ലകൾ ഒഴികെയുള്ള 12 ജില്ലകളിൽ യെല്ലോ അലർട്ട് തുടരുകയാണ്. പാലക്കാട് ജില്ലയിൽ താപനില 40 ഡിഗ്രി സെൽഷ്യസിലേക്കും കൊല്ലം ജില്ലയിൽ 39 ഡിഗ്രി സെൽഷ്യസിലേക്കും ഉയർന്നു. മഹാരാഷ്ട്ര, തെലങ്കാന, കർണാടക സംസ്ഥാനങ്ങൾക്ക് മുകളിലായി പ്രതിചക്രവാതം നിലനിൽക്കുന്നതിനാൽ ഈ മാസം 24 വരെ താപനില ഉയർന്ന നിലയിൽ തുടരുമെന്നാണ് വിലയിരുത്തൽ. അതേസമയം ഒറ്റപ്പെട്ട ഇടങ്ങളിൽ നേരിയ മഴയ്ക്കും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. അരുൺ സോളമനുടെ വിശദാംശങ്ങൾ നൽകാൻ. ഗുഡ് മോർണിംഗ് അരുൺ, എങ്ങനെയാണ് ഇനി കാലാവസ്ഥാ പ്രവചനം വന്നിരിക്കുന്നത്? കടുത്ത ചൂട് തുടരുമെന്ന് തന്നെയാണോ? റീജിത്ത്, ശ്രുതി, ഗുഡ് മോർണിംഗ്. ഈ കടുത്ത വേനലിന് ശമനമില്ല എന്നുള്ളത് തന്നെയാണ് നിലവിലുള്ള സ്ഥിതി. അതിന് ഏറ്റവും ഒടുവിലായി വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഈ കർണാടക, തെലങ്കാന, മഹാരാഷ്ട്ര ഈ ഭാഗങ്ങളിൽ ഇപ്പോൾ ഒരു പ്രതിചക്രവാതം രൂപം കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വരുന്ന 24-ാം തീയതി വരെ ഈ ശക്തമായ താപനില തുടരും എന്നുള്ള ഒരു റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. ഇതിൽ കേരളം ഈ കടുത്ത വേനലിനെ എങ്ങനെ തരണം ചെയ്യണമെന്നുള്ളത് നിലവിൽ കൂടിയാലോചനകൾ നടന്നു വരികയാണ്. പ്രത്യേകിച്ചും വൈദ്യുതി ഉപഭോഗം കൂടി വരുന്ന ഒരു സാഹചര്യം കൂടി മുന്നിലുണ്ട്. ഇതിൽ പാലക്കാട് 40 ഡിഗ്രി സെൽഷ്യസിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അതേ താപനിലയിൽ തുടരുകയാണ്. തൊട്ടു പിന്നിൽ കൊല്ലം 39 ഡിഗ്രിയും കോട്ടയം 38 ഡിഗ്രി, തിരുവനന്തപുരം 36 ഡിഗ്രി സെൽഷ്യസിലാണ് നിലവിലുള്ള ഒരു സ്ഥിതി. എന്തായാലും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ നേരിയ മഴ ഉണ്ട് എന്നുള്ളത് ഒരു ചെറിയ ആശ്വാസമാണ്. 23 വരെ സംസ്ഥാനത്ത് ഈ ഇടിമിന്നലോടുകൂടിയ ഒരു മഴ പലയിടങ്ങളിലും ലഭിക്കുമെന്നുള്ളതാണ് നിലവിൽ കാലാവസ്ഥാ വകുപ്പ് നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ്. അത് കന്യാകുമാരി മുതൽ തെലങ്കാന വരെയുള്ള ഒരു ന്യൂനമർദ്ദ പാത്തി നിലവിൽ രൂപം കൊണ്ടിരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ മഴ നിലവിൽ ലഭിക്കുന്നത്. എന്തായാലും വരുന്ന ഒരു ദിവസങ്ങൾ ഏറെ നിർണായകമാണ്. നാളെ KSEBയുടെ ഭാഗമായ ഒരു യോഗം ചേരാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. കാരണം 6030 മെഗാവാട്ട് കടന്നു കഴിഞ്ഞാൽ സംസ്ഥാനത്ത് ഒരു പവർ കട്ട് ഒരു പഴയതുപോലുള്ള ഒരു 10 വർഷങ്ങൾക്ക് മുൻപ് ഉണ്ടായിരുന്ന സ്ഥിതിവിശേഷത്തിലേക്ക് കടക്കേണ്ടി വരുമോ എന്നുള്ളത് കൂടിയാലോചനകൾക്ക് ശേഷമായിരിക്കും തീരുമാനമെടുക്കുക. എന്തായാലും നിലവിൽ ആ ഒരു സ്ഥിതി ഇല്ല. എന്തായാലും സർവകാല റെക്കോർഡ് കടന്നിരിക്കുകയാണ്. കാരണം 116 ദശലക്ഷം യൂണിറ്റാണ് കഴിഞ്ഞ ദിവസം എരിഞ്ഞത്. ഏറെ നിർണായകം ഒരു ഘട്ടത്തിലേക്ക് കടന്നു പോകുമ്പോൾ ഇടുക്കിയിൽ നിന്ന് ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനുള്ള ഒരു തീരുമാനത്തിലാണ് KSEB എത്തിയിരിക്കുന്നത്. വ്യക്തമാണ്. അരുൺ സോളമനാണ് വിശദാംശങ്ങൾ നൽകിയത്.